ഡോക്ടർ ജയ, താങ്കൾ ICMRൻ്റെ റിസ്റ്റോർ എന്ന് പറയുന്ന സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ തെറാപ്പിയുടെ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നല്ലോ. താങ്കൾക്ക് എന്താണ് ഈ സ്ട്രോക്ക് മാനേജ്മെൻറ്റിൽ ആയുർവേദത്തിൻ്റെ ടേക്ക് എന്താണ്? നമ്മുടെ ആയുർവേദ വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സാപരമായ ആസ്പെക്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്ട്രോക്ക് അതല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്, അതായത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് പോലെ ബ്രെയിൻ അറ്റാക്കാണ്. അപ്പോൾ അതിന് പല കാരണങ്ങൾ കാണും. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ രക്തസ്രാവം, അമിത രക്തസ്രാവം, ഒരു ഞരമ്പ് പൊട്ടി തലച്ചോറിലുണ്ടാകുന്ന രക്തസ്രാവം, അല്ലെങ്കിൽ കട്ടി പിടിക്കുന്നതായിട്ടുള്ള ഒരു ക്ലോട്ട്, ഏറ്റവും മൈന്യൂട്ട് പക്ഷെ പ്രധാന ബ്ലഡ് വെസൽ കയറുന്ന ഒരു സാഹചര്യം. ഇത് രണ്ടും ആണ് പക്ഷാഘാതത്തിലേക്ക് മെയിനായിട്ട് കാരണമായിട്ട് മാറുന്നത്. നമുക്കിപ്പോൾ അറിയാം, കോവിഡ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇതിൻ്റെ അറ്റാക്ക് വളരെയധികം കൂടുതലാണ്, ബ്ലഡിൻ്റെ കട്ടി കൂടിയത് കാരണം എന്നുള്ളതാണ് നമുക്ക് പല റിസർച്ചുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഈ ഒരു സ്ട്രോക്കിൻ്റെ ഈ റിസർച്ച് ഇറ്റ് കെയിം ഫ്രം ദ മോഡേൺ മെഡിസിൻ സൈഡ്. അതായത് മോഡേൺ അലോപ്പതി വൈദ്യശാസ്ത്രത്തിലുള്ള പ്രധാന ഭിഷഗ്വരന്മാരുടെ ഭാഗത്ത് നിന്നാണ് നമുക്ക് സ്ട്രോക്കിൽ ഒരു റിസർച്ച് ആയുർവേദത്തെ ഇൻവോൾവ് ചെയ്ത് വേണമെന്ന് വന്നത്. അതിനുള്ള കാരണം അവർ ഒബ്സർവ് ചെയ്തത് വൺസ് ദ സ്ട്രോക്ക് ഹാപ്പൻഡ്, പിന്നെ ഗോൾഡൻ അവർ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, 6 മണിക്കൂറിനുള്ളിൽ സ്ട്രോക്ക് മാനേജ്മെൻറ്റ് ചെയ്ത് അതിൽ നമുക്ക് നല്ലൊരു ശതമാനം റിക്കവർ ചെയ്ത പേഷ്യൻസിനെ അവരുടെ സാർ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം ഇമ്പ്രൂവ് ചെയ്യാൻ. നമുക്കറിയാം, ഒരു സ്ട്രോക്ക് വന്നു കഴിയുമ്പം ഒരു കുടുംബത്തെ ആകെ ബാധിക്കും. അത് ആ വ്യക്തിയെ മാത്രമല്ല, ഇക്കണോമിക്കലി ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് അവരുടെ ജീവിത നിലവാരം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആയുർവേദത്തെ പ്രയോജനപ്പെടുത്താമെന്ന് അവർ മനസ്സിലാക്കിയത്, അവരുടെ പല പേഷ്യൻസും ആഫ്റ്റർ മാനേജ്മെൻറ്റ് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരു അസസ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് ഒരു 1 month or 2 months കഴിഞ്ഞപ്പോൾ ഇവരെടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യാനായിരിക്കും പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു സ്റ്റഡീഡ് ദ ടൈപ്പ് ഓഫ് സ്ട്രോക്ക് അനുസരിച്ച്, ദ കോസ് ഓഫ് സ്ട്രോക്ക് അനുസരിച്ചിട്ട് ഒരു അസസ്മെൻറ്റ് ഫിസിയോതെറാപ്പി വെച്ചിട്ട് ഓൾറെഡി അവർക്കുണ്ട് സ്റ്റഡീഡായിട്ട്. പക്ഷേ ഇൻ സം പേഷ്യൻസ് അവർ ഒബ്സർവ് ചെയ്തത് വളരെ നല്ലൊരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് മസിൽ ഗ്രേഡ് ആയാലും ശരി, സ്റ്റിഫ്നെസ്, എല്ലാത്തിലും ഒരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ അത് ഇവർ പേഷ്യൻറ്റിനോട് ഇൻ്ററോഗേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്, ഞങ്ങളടുത്ത് ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യാനാണ് പറഞ്ഞു വിട്ടത്, പക്ഷെ ഞങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന് പറയും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എനിവേ ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ ദ പേഷ്യൻറ്റ്, രോഗിക്ക് എപ്പോഴും ഒരു നല്ല കാര്യമാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ അതൊരു റിസർച്ച് ഏറ്റെടുക്കണമെന്ന് അലോപ്പതി ഭിഷഗ്വരന്മാർ തന്നെയാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ നമുക്കതിന് ഫണ്ടിങ്ങിൻ്റെ ആദ്യം ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ICMR അത് ഫണ്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മളൊരു 140 പേഷ്യൻസിലാണ് സ്റ്റഡി ചെയ്തത്. അത് 70-70, അതായത് ഫിസിയോതെറാപ്പി ആമിൽ 70 ആൻഡ് ആയുർവേദിക് ആമിൽ. അതിൽ നമ്മൾ എക്സ്റ്റേണൽ തെറാപ്പി മാത്രമല്ല, ഇൻക്ലൂഡഡ് ദ ഇൻറ്റേർണൽ. അപ്പോൾ ഇത് റാൻഡമൈസ്ഡ് ആണ്, അത് പേഷ്യൻറ്റിന് അറിയാൻ പറ്റില്ല ഇയാൾ ഡോക്ടർ ജെ, ഇന്റേണൽ മെഡിസിൻ ആയുർവേദ മെഡിസിൻ വളരെ നീഡഡ് ആയിട്ടുള്ള മോഡേൺ മെഡിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത് പേഷ്യൻറ്റിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇത് ഏത് ആമിലോട്ട് പോകുന്നു പേഷ്യൻറ്റിന് അറിയില്ല. അത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ആയിരുന്നു. അപ്പം ഒരാൾ ആയുർവേദത്തിലോട്ട് പോകണമെങ്കിൽ അടുത്ത ആൾ ഫിസിയോ. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾക്ക് 70-70. ഇതൊരു കോവിഡ് കാലത്തും കൂടെ ആയിരുന്നു, അപ്പോൾ സ്ട്രോക്കിൻ്റെ ഇൻസിഡൻസ് ഇച്ചിരി കൂടുതലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തത്, അത് നമ്മളെ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിദ്ധമായ ശ്രീചിത്ര സയൻസ് ആൻഡ് ടെക്നോളജി, അവിടെയാണ് ട്രിവാൻഡ്രത്ത് ചെന്നത്. മൾട്ടി സെൻട്രിക് സ്റ്റഡി ആയിരുന്നു. നമുക്ക് പിന്നെ ആയുർവേദം ചെയ്തിരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിലും ത്രിവേണി നഴ്സിംഗ് ഹോമിലുമായിരുന്നു. പിന്നെ നമുക്ക് അമൃതയുടെ ഇടപ്പള്ളി ക്യാമ്പസിൽ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ്റെ യൂണിറ്റ് ഉണ്ട്. അവിടെ ചീഫ് ന്യൂറോളജിസ്റ്റിൻ്റെ അവിടെ കുറച്ച് പേഷ്യൻസിനെ റിക്രൂട്ട് ചെയ്യും, ആയുർവേദിക്കിലും റിക്രൂട്ട് ചെയ്യും. പിന്നെ നമ്മൾ ലുധിയാന CMC ലുധിയാനയിൽ മോഡേൺ സിസ്റ്റത്തിൻ്റെ പാർട്ട്, പിന്നെ ആയുർവേദത്തിൻ്റെ ഒരു സെൻറ്റർ, അതുപോലെ തന്നെ പോണ്ടിച്ചേരി ജിപ്മർ, ഇങ്ങനെ മൾട്ടി സെൻട്രിക് സ്റ്റഡിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക്
രണ്ടിനും ഒരു ഈക്വൽ ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിന് പറയാം യു ഗോ ടു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്. അത് നമ്മളുടെ ഒരു വലിയ സക്സസ് ആണ് ആയുർവേദത്തെ സംബന്ധിച്ച്. അതായത് നിങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകൂ എന്ന് ഒരു ആധുനിക ഭിഷഗ്വരൻ പറയുന്ന സ്ഥാനത്ത് അവർ നിങ്ങൾ ആയുർവേദത്തിന് പോകൂ എന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടി. അതായത് ഒന്നും കുറവുമല്ല. പിന്നെ ചില ആസ്പെക്ട്സ് എടുക്കുമ്പോൾ ചിലതിൽ മസിൽ ടോൺ പവർ ഓരോന്ന് എടുക്കുമ്പോൾ അതിൽ ആയുർവേദത്തിന് കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഏരിയ ഉണ്ട്. പല വേരിയബിൾസ് ഉണ്ടല്ലോ മോഡേൺ സിസ്റ്റത്തിനും ഉള്ള. പക്ഷേ ഇൻ ടോട്ടൽ നമുക്ക് രണ്ടിനും ഒരേപോലെ റിസൾട്ടാണ്. ചില ആസ്പെക്ട്സിൽ മോഡേൺ മെഡിസിൻസ് ആൻഡ് ചിലതിൽ അതായത് ഫിസിയോതെറാപ്പി ആകുമ്പം ചിലതിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ എനിവേ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി ഇഫക്റ്റീവ് ഇൻ ദ സ്ട്രോക്ക് മാനേജ്മെൻറ്റ്, സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ. അതാണ് കിട്ടിയത്.